കുറേ നാൾ മുന്നേ നമ്മൾ വേസ്റ്റാക്കി കളഞ്ഞിട്ടുള്ള ചവിട്ടിയിൽ അതായത് ഫ്ലോർ മാറ്റിനെ കുട്ടപ്പനാക്കി എടുക്കുന്ന ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ പാർട്ട് 2 ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഒരേപോലെ തന്നെ കുറേ ചവിട്ടി ഇതുപോലെ നമുക്ക് വേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാം ഒന്ന് നമുക്ക് ഒരുമിച്ചിടുമ്പോൾ അത്രയും ആ ഒരു ലുക്ക് എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റഡ് ആയിരിക്കണം എന്നില്ലല്ലോ. അതുകൊണ്ടാണ് പിന്നെ ഗ്യാപ്പ് ഇട്ടിട്ട് ഞാൻ ഇട്ടത് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നല്ല വെയിലത്ത് വെച്ചിട്ട് ഞാൻ ഉണക്കി എടുത്തിട്ടുണ്ടായിരുന്നു, ബേസ് കോട്ടൊക്കെ അടിച്ചിട്ട്. പിന്നെ എന്നും പറയുന്ന പോലെ എല്ലാവരും കുറ്റം പറയാറുണ്ട്, ഈ വഴിയും പുഴയും കുന്നും മലയും കാടും മരമൊക്കെ ഇല്ലാത്ത വേറെ എന്തെങ്കിലുമൊക്കെ വരയ്ക്കാനുണ്ടെങ്കിൽ അതൊന്ന് കാണിച്ചു തരുമെന്ന്. ശരിക്കും പറഞ്ഞാൽ അതൊക്കെയാണ് എനിക്ക് വരയ്ക്കുമ്പോൾ സന്തോഷം തരുന്ന ഒരു കാര്യം. അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്കിനി അതൊന്നും ഇല്ലാത്ത നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്ത ഒരു ടൈപ്പ് പെയിൻറ്റിങ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് തന്നെ ബേസ് കോട്ട് അടിച്ച് നല്ല രീതിയിൽ ഉണക്കി എടുത്തിട്ടുണ്ട്. ഒരു സെലോ ടേപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പ് നമ്മളവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ പെയിൻ്റ് ഒന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ബ്ലൂയിഷാണ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ഇതൊന്ന് മാറിയിട്ടുള്ള ഒരു ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി എത്രത്തോളം നിങ്ങൾക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റി, അത് ഓക്കെ ആണോ ഇഷ്ടമായോ എന്നൊക്കെ നിങ്ങളുടെ കമൻറ്റിന് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. എന്തായാലും ഉള്ളതുപോലെ പറയാം. അതുപോലെ ഞാൻ ഇടുന്ന എൻ്റെ മെയിൻ ആയിട്ടുള്ള ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാർ ചുരുക്കമാണ്. അപ്പോൾ ആ ഒരു കാണുന്ന ആൾക്കാരെങ്കിലും ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് പറയാൻ വേണ്ടിയിട്ട് മറക്കല്ലേ. അതൊക്കെയാണ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ സപ്പോർട്ട്. അതൊക്കെ കൊണ്ടാണ് നമ്മൾ പിന്നെയും വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള കിഡിലായിട്ടുള്ള വർക്കൊക്കെ ഞാൻ ഇനിയും കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഇതുപോലെ അതും കൂടി ആ ഒരു സെലോ ടൈപ്പും കൂടി കവർ ചെയ്തിട്ട് ഇതാ ഇതുപോലെ വൈറ്റിൽ നിന്ന് ബ്ലൂയിലേക്ക് വരുന്ന രീതിയിൽ, ഡാർക്ക് ബ്ലൂയിൽ വരെ എത്തുന്ന രീതിയിൽ നമ്മളൊന്ന് ബ്ലെൻഡഡ് ആയിട്ടൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല വൈഡ് ആയിട്ടുള്ള ബ്രഷാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് നല്ല നീറ്റായിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വൈഡ് ആയിട്ടുള്ള സ്പേസ് ആണ് നമുക്ക് പെയിൻറ്റ് അടിക്കേണ്ടതെങ്കിൽ നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ബ്രഷ് എടുക്കാൻ വേണ്ടി നോക്കുക. റൗണ്ട് ബ്രഷ് ഒന്നും യൂസ് ചെയ്ത് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ നല്ല ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു ബ്ലൂയിഷ് ലൈറ്റ് ബ്ലൂന്ന് വൈറ്റിൽ നിന്ന് ലൈറ്റ് ബ്ലൂ ഒക്കെ വന്ന് അതിൽ നിന്ന് ഡാർക്ക് ബ്ലൂയിലേക്ക് വരുന്ന രീതിയിൽ ഒരു ലുക്ക് കൊടുത്തു. അതിലേക്ക് വലിയൊരു ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് പെൻസിൽ വെച്ചിട്ട്. അപ്പോൾ ആ ഒരു ബേസ് അടിച്ചത് നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു എന്താണ് നമ്മൾ ഈ വരച്ച് കൊടുക്കുന്നത് എന്നുള്ളത് ചിലപ്പോൾ ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവില്ല. അപ്പോൾ ഈ ഒരു പക്ഷി, ഞാനൊരു പക്ഷിയാണ് ഉദ്ദേശിക്കുന്നത്. ചിറക് കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാകുന്നതായിരിക്കുന്നു. ആ ഒരു പക്ഷി ഏതാണ് പക്ഷി എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു മറ്റേ കണ്ടത്തിലൊക്കെ ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് വലിയൊരു കൊച്ചേനെ പോലത്തെ ഒരു സാധനം കാണില്ലേ. കൊച്ച എന്ന് പറഞ്ഞാൽ കൊക്ക്. ഇപ്പം നമ്മുടെ നാട്ടിൽ കൊച്ചാന്നൊക്കെ പറയും. ആ ഒരു ബ്ലാക്ക് കളറൊക്കെ വരുന്നത്. ശരിക്കും കൊക്ക് എന്ന് പറയുന്നത് വൈറ്റ് കളറിലാണ്. പക്ഷേ ഈ ഒരു കൊക്കിൻ്റെ കൂടെ കുറച്ചും കൂടെ സൈസ് കൂടുതലായിരിക്കും. നോർമൽ കൊക്കിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ സൈസ് കൂടുതലായിരിക്കും. എന്നാൽ അതിൻ്റെ ചിറകിന് അവിടെയൊക്കെ ആയിട്ട് കുറേ ബ്ലാക്ക് കൊണ്ട് പുള്ളികളും വള്ളികളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ഒരു കൈൻഡ് ഓഫ് പക്ഷിയാണ്. അപ്പോൾ വലിയൊരു സൈസിലൊരു പക്ഷിയും കൊടുത്തിട്ടുണ്ട്. എന്നാൽ ദൂരെ പറന്നു പോകുന്ന രീതിയിൽ ഒരു കുഞ്ഞു പക്ഷീനെയും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് ചവിട്ടി തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ എന്താണ് അവൈലബിൾ ആയിട്ടുള്ള ബേസ് അതിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഇനി ക്യാൻവാസിൽ ചെയ്യുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം, നല്ല കട്ടിയുള്ള പേപ്പറിൽ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, ചാർട്ടിൽ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇനി ക്ലോത്തിലാണ് ചെയ്യാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ പോലെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താ ഇതുപോലെ നമ്മളൊന്ന് ബേസ്, അതായത് ആ പക്ഷീൻ്റെ ബേസും കൂടി ഒന്ന് വൈറ്റ് അടിച്ചെടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കൊച്ചേനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. കൊച്ചൊക്കെ നോർമലി കോമൺ ആയിട്ട് വരുന്ന കളർ വൈറ്റ് ആയതുകൊണ്ട് വൈറ്റ് അടിച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് അതിൻ്റെ ബേസ് ആയിട്ടുള്ള ഭാഗങ്ങൾ, മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങൾ. അതിന് ശേഷം നമ്മളതിലേക്ക് വരുന്ന ഡാർക്ക് ആയിട്ടുള്ള പോർഷൻ, ലൈറ്റ് ആയിട്ടുള്ള പോർഷൻ, അതുപോലെ തന്നെ ഷെയ്ഡിങ് ആയിട്ടുള്ള പോർഷനൊക്കെ നമ്മൾ കവർ ചെയ്തെടുക്കും. അപ്പോൾ ആദ്യം നമ്മൾ നോർമൽ അതിൻ്റെ എന്താണോ അതിൻ്റെ സൈസിൽ എങ്ങനെയാണോ അതിൻ്റെ ഷേപ്പ് വരുന്നത് അതൊന്ന് കവർ ചെയ്തതിന് ശേഷം മാത്രമാണ് ഇതുപോലെ ഡീറ്റെയിലിംഗ് ആയിട്ട് ബ്ലാക്ക് കളർ കൊണ്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, എൻ്റെ വീഡിയോ കാണുന്ന കോമൺ ആയിട്ടും കൊച്ചു കൂട്ടുകാരാണ്. അവർക്ക് സ്കൂളൊക്കെ തുറന്നതുകൊണ്ട് ഇപ്പോൾ വീഡിയോ ഒക്കെ ഭയങ്കര ഷോക്കായിട്ടാണ് പോകുന്നത്. വിഷമമൊന്നുമില്ല, എന്നാലും ഒരു റിക്വസ്റ്റ് ഉണ്ട്. സമയം കിട്ടുമ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ എടുത്തൊന്ന് കാണണം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ ചെയ്യുന്നത്. ഒരുപാട് പേര് പേഴ്സണലി റിക്വസ്റ്റ് ചെയ്യാറുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാറുണ്ട്, ചേച്ചി ഡ്രോയിങ് വീഡിയോസ് ഇടണം എന്ന്. അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. കാരണം ഞാൻ ഡ്രോയിങ് പഠിക്കാണ്ട് ചെയ്ത ഒരാളാണ്. പഠിക്കാണ്ട് തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. പ്രാക്ടീസ്. അപ്പം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിൽ തന്നെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. അതന്നെയാണ് എനിക്കും സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടം കൊണ്ട് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അത് നമുക്ക് നല്ല രീതിയിലൊരു ഡെവലപ്മെൻറ്റ് തരും. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ പെയിൻറ്റിങ്സ് ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ പഠിക്കേണ്ട സാഹചര്യമൊന്നും ഇല്ലെങ്കിൽ വീട്ടിൽ എന്തായാലും ഒരു ഫോണെങ്കിലും ഉണ്ടാവുമല്ലോ, എന്തായെങ്കിലും ചെറിയ നെറ്റ് കണക്ഷനും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലുള്ള ഡ്രോയിങ് വീഡിയോസ്, ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് പെയിൻറ്റിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവും. പെയിൻറ്റിങ്ങിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, പെയിൻറ്റ് ചെയ്യുമ്പം
ബ്രഷിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, പിന്നെ കളർ മിക്സിങ് ശ്രദ്ധിക്കണം. അപ്പോൾ കളറിൻ്റെ ആ ഒരു കാര്യങ്ങൾ, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നെ നിങ്ങൾക്കും നല്ലൊരു ആർട്ടിസ്റ്റ് ആവാൻ വേണ്ടി പറ്റും. പിന്നെ ഒരു കാര്യം മെയിനായിട്ട് അടിവരിയിട്ട് ഞാൻ പറയുകയാണ്, ഇൻട്രസ്റ്റ് വേണം, നല്ല താല്പര്യം വേണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഫീൽഡിലേക്ക് നമ്മളുടേതായിട്ടുള്ള എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ആ ഒരു ആത്മാർത്ഥതയോടെ നമുക്ക് ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ആ ഒരു 10 മിനിറ്റാണ്, 10 മിനിറ്റ് അതിൽ നമ്മൾ ചിലവഴിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഏറ്റവും മാക്സിമം ആത്മാർത്ഥത കൊടുത്ത് നമ്മൾ എത്രയും ക്ഷമ കൊണ്ടിരുന്ന് അങ്ങനെ വേണം നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ. അല്ലാതെ ആർക്കെങ്കിലും വേണ്ടി ചെയ്തിട്ട് പോവാം, ആ ഒരു കോൺസെപ്റ്റ് പാടില്ല. നമ്മൾ ഇരിക്കുന്ന സമയം അതിന് വേണ്ടി മാത്രം ഇരിക്കുക, വേറൊന്നും ശ്രദ്ധിക്കാണ്ട് മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു സമയത്ത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ 10 മിനിറ്റ് ചിലവാക്കുന്നുണ്ടെങ്കിൽ 10 മിനിറ്റും ആ ഒരു ഇതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ചിത്രം വരക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന സമയമാണ്, ഇനിയിപ്പം പെയിൻറ്റിങ് ചെയ്യാനൊന്നും സമയം ഉണ്ടാവില്ല എന്നായിരിക്കും അല്ലേ. പക്ഷേ എന്നാലും ടൈം കിട്ടുമ്പോൾ നിങ്ങൾ ബാക്കിയുള്ള മഴയൊക്കെയാണ്, പുറത്തൊന്നും പോയി കളിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ഉള്ള സമയം വീട്ടിലൊക്കെ ഇരുന്നിട്ടുള്ള ഇതുപോലെ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കുക. മൈൻഡൊക്കെ റിലീഫായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് വലിയ പക്ഷിക്ക് നമുക്ക് ഷെയ്ഡിങ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ബ്ലാക്ക് കളർ ടോൺ വരുന്ന രീതിയിലുള്ള കുറച്ച് അവിടെയൊക്കെ ആയിട്ടുള്ളൊരു ഷെയ്ഡിങ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഇതുപോലെ ബ്ലാക്ക് കളർ വെച്ചിട്ട് അതിൻ്റെ ചിറകിൻ്റെ എൻഡ് പോർഷനിൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് റൗണ്ട് ബ്രഷാണ് കേട്ടോ. അപ്പോൾ പർപ്പസ്ഫുള്ളി നമുക്ക് ഏത് സമയം എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് കൂടി മനസ്സിലാക്കണം. വൈഡായിട്ടുള്ള പോർഷൻ ആണെങ്കിൽ ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്യാം, ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു പോർഷൻ ആണെങ്കിൽ നമുക്ക് പോയിൻറ്റഡ് ബ്രഷ് യൂസ് ചെയ്യാം, റൗണ്ട് ബ്രഷ് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിനൊക്കെ കുറേ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ അതിൻ്റെ പീലിയും അതുപോലെ അതിന് വീതി കൂടുതലും ചെറുതായിട്ടൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു ചിറകിൻ്റെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുഞ്ഞു കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനൊരു കാര്യം ഒറ്റൊരു കാര്യം റിക്വസ്റ്റ് ഉണ്ട്. ഞാൻ ഒരു വലിയൊരു ആർട്ടിസ്റ്റോ കാര്യങ്ങളോ ഒന്നുമല്ല, പഠിക്കാണ്ട് ചെയ്യുന്ന ഒരാളാണെന്ന് ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട്. വലിയ ആർട്ടിസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, അവർക്ക് അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ കമൻസും എനിക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുകയാണെങ്കിൽ ഞാൻ അതും നോക്കി എൻ്റെ തെറ്റുകൾ തിരുത്താനും ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അതിനൊന്നും ഒരു വിഷമമൊന്നും ഇല്ല കേട്ടോ. ചിലപ്പം വിചാരിക്കും, ചിലവർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ജാടയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് മിണ്ടാത്തതാണ്, പക്ഷേ സംസാരിച്ചപ്പോഴാണ് പാവാന്ന് മനസ്സിലായതെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കോമൺ ആയിട്ട് എൻ്റെ സ്കൂളിലത്തെ ഫ്രണ്ട്സൊക്കെ എൻ്റെ കൂടെ കമ്പനി ആവുന്നതിന് മുന്നേക്ക് ഇതേപോലത്തെ ചിന്താഗതി ഉള്ള ഒരാൾ ആയിരുന്നു കേട്ടോ. പിന്നീട് അവരെന്നെ എന്നോട് ഇത് പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട, എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമുക്ക് അറിയാത്ത കാര്യങ്ങൾ വേറെ ആൾക്കാർ പറഞ്ഞു തരുവാണെങ്കിൽ അതെന്തായാലും സ്നേഹപൂർവ്വം സ്വീകരിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്ന കൂട്ടുകാരൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ എൻ്റെ ഈ ഒരു തെറ്റ് ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ കൂടി ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞു തരുവാണെങ്കിൽ അതെനിക്കും ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ എന്താ ഇതുപോലെ നമ്മൾ കുഞ്ഞൊരു പക്ഷി ദൂരം പറന്നു പോകുന്നുണ്ടോ, അതിനും കൂടെ നമുക്കൊന്ന് കുട്ടപ്പനാക്കി എടുക്കാം. എന്തായാലും നമുക്കൊരു അടിപൊളി റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ വലിയ പക്ഷിനെ ചെയ്തതിന് അതേപോലത്തെ സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെയും നമ്മൾ യൂസ് ചെയ്യുന്നത്. ചെറിയൊരു റെഫറൻസ് ഇമേജ് ഞാൻ ഗൂഗിളിൽ നോക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അത് നോക്കിയിട്ടാണ് ഞാൻ ഈ വരച്ചെടുക്കുന്നത് കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു കാര്യം നിങ്ങളോടുമായിട്ട് അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ എനിക്ക് പറഞ്ഞു തരുവാണെങ്കിൽ അത് ഹെൽപ്ഫുള്ളായിരിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ പല ബേസിൽ ഡ്രോയിങ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കുറേ പേർ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നോർമൽ പേപ്പർ ക്യാൻവാസിലല്ലാത്ത പിക്ചറൊക്കെ ഉണ്ടല്ലോ, നമുക്കിത് ചുമരിൽ തൂക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ അത് ചവിട്ടിയിലാണ് ചെയ്തത്. അതിൻ്റെ മെറ്റീരിയൽ നല്ല വെയിറ്റ് ഉള്ളതാണ്, അത്യാവശ്യം കമ്പാരിറ്റീവ്ലി ക്യാൻവാസിനൊക്കെ കാണും നല്ല വെയിറ്റ് ഉള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് ചുമരിൽ ആണിയൊക്കെ അടിച്ച് തൂക്കേണ്ടി വരും. പിന്നെ ഇത് റബ്ബർ കൈൻഡ് ഓഫ് ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആണി അടിക്കുമ്പോൾ അത്രയും അത് ലാസ്റ്റ് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ അതിങ്ങനെ ഇളകി വരാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ റബ്ബറിൻ്റെ ഇതായതുകൊണ്ട് തന്നെ അത് കീറി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെ പെയിൻറ്റിങ്ങിന് അത് ഡാമേജ് ആവും. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാണ്ട് നമ്മളെ പെയിൻറ്റിങ്ങിനെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇതൊക്കെ ചുമരിന് തൂക്കാൻ എന്തെങ്കിലും വഴി അറിയുന്ന കൂട്ടുകാരുണ്ടോ? ജസ്റ്റ് ചുമരിനൊക്കെ നല്ല രീതിയിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് പെയിൻറ്റിങ്സ് ഉണ്ട് കേട്ടോ, നല്ല നീറ്റായിട്ട് ഇങ്ങനെ തൂക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. കാരണം ഫ്ലൈവുഡിലൊക്കെ ചെയ്ത പെയിൻറ്റ് നല്ല വെയിറ്റ് ആയതുകൊണ്ട് തന്നെ താഴെ എങ്ങാനും പറഞ്ഞു വീണ തലയിലൊക്കെ വീണിട്ടുണ്ടെങ്കിൽ തീരുമാനമാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കി ഇതുപോലുള്ള പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ചുമരിൽ ഫിക്സ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഐഡിയ, എന്തെങ്കിലും ടിപ്സ്, എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ അതും ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ പറഞ്ഞു വന്നത് നമ്മളുടെ നേച്ചറായിട്ടുള്ള പെയിൻറ്റിങ് മാറി കുന്നും മലയും പുഴയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഡ്രോയിങ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടമായോ, അല്ല അതൊക്കെ തന്നെയാണോ ഇഷ്ടം? അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള ചിത്രം വരക്കുന്നത് കൊള്ളാവോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള ചിത്രങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ മറക്കല്ലേ.
പിന്നെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം പറയുവാണെങ്കിൽ ഈ ഒരു പെയിൻറ്റിങ് ബ്രഷും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടോ. കാരണം നമ്മൾ യു എയിൽ ഉണ്ടാകുന്ന സമയത്ത് റൂമിലൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ നാട്ടിലേക്ക് വന്നത്. ഇൻ കേസ് കുറച്ച് കഴിഞ്ഞ് പോകുമ്പോൾ അതൊക്കെ അവിടെ നിന്ന് യൂസ് ചെയ്യാമല്ലോ എന്നൊക്കെ കരുതിയിട്ടാണ് അതൊക്കെ അവിടെ തന്നെ വെച്ചിട്ട് വന്നത്. പക്ഷേ എല്ലാം പോയിട്ടോ, എല്ലാം വെള്ളം കൊണ്ടുപോയി. നമ്മുടെ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിലെല്ലാം പോയിട്ടുണ്ട്. ഇനി ഒന്നീന്ന് തുടങ്ങണം ഇതുപോലെ സാധനങ്ങൾ വാങ്ങിക്കുക. കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പെയിൻറ്റിങ്സ് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമൻറ്റ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. സീ യു.